എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ പൊറൂട്ടോ അവനിപ്പോ ക്ലാസ്സിലേക്ക് ഓടി വരികയാണ്. ഡോറൊക്കെ തല്ലി തുറന്ന് ഇപ്പൊ ഫ്രണ്ട്സിനോട് വിളിച്ചു പറയും, ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും കറി കഴിക്കാൻ പുറത്തേക്ക് പോയാലോ. പക്ഷെ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അവൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ക്ലാസ്സില് സാറട മാത്രം ഒരു ബെഞ്ചിലിരിക്കുകയാണ്. അവൻ സാറടയോട് ചോദിക്കും, എവിടെ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ? അപ്പോഴായിരിക്കും അവള് പറയാ, ഗ്രാജുവേഷൻ എക്സാം ആണ് വരാൻ പോകുന്നത്. സോ എല്ലാവരും ട്രെയിനിങ് എടുക്കാനും പഠിക്കാനും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞ് അവള് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ അവനാണെങ്കിൽ ഷോപ്പിലേക്ക് വന്ന് ബർഗറൊക്കെ കഴിച്ച് ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ചോച്ചോ, സാറട, ഈനോജിൻ അവരെല്ലാവരും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് വരിക. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവരെ കണ്ട് ഭയങ്കര സന്തോഷാവും. ഹലോ, ഞാൻ ഇവിടെയുണ്ട്, ഇവിടേക്ക് വരാൻ പറഞ്ഞ് ബൊറൂട്ടോ അവന്റെ ടേബിളിലേക്ക് വിളിക്കും. ഫുഡൊക്കെ എടുത്ത് ഇപ്പൊ ബൊറൂട്ടോ ടേബിളിൽ വന്നിരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ പറയും, നിങ്ങൾ എല്ലാവരും നല്ല ആൾക്കാരാണ്, എന്നെ കൂട്ടാതെ നിങ്ങൾ പുറത്തേക്ക് പോയല്ലേ. അതിനവര് ഇപ്പൊ പരസ്പരം നോക്കും. ചോച്ചോ പറയും, വീട്ടിലേക്ക് നേരത്തെ എത്തി ട്രെയിനിങ് എടുത്തിട്ടില്ലെങ്കിൽ അമ്മ എന്നെ ഒരുപാട് ചീത്ത പറയും, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോയത്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അത് കാര്യാക്കാതെ അവരോട് ചോദിക്കും, നമുക്ക് കഴിഞ്ഞ ദിവസം കളിച്ച് ബാക്കി വെച്ച ആ ഒരു ഗെയിം അത് കണ്ടിന്യൂ ചെയ്താലോ. ഉടനെ അവർക്കും ആ ഗെയിം കളിക്കാൻ ആവേശാവും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവർ ഗെയിം കളിക്കാൻ തുടങ്ങും. അവർ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഇപ്പൊ ബൊറൂട്ടോയെ മൈൻഡ് ചെയ്യില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒരുപാട് വിഷമമായി അവൻ സാറട പറഞ്ഞത് ഓർക്കും. നീ മാത്രമേ ഇത്രയും ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും വലുത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ തന്നെയാണ്. ബൊറൂട്ടോ ഒരു സെക്കൻഡ് അതൊക്കെ ആലോചിച്ച് അങ്ങനെ സാഡായിട്ടിരിക്കുമ്പോഴായിരിക്കും മെയ്റ്റ്സിയ അവനിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരിക. അവനെ കാണുമ്പോ ബൊറൂട്ടോയ്ക്ക് നല്ല സന്തോഷാവും. അപ്പൊ ടി വിയിൽ ആരോ എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കും. ആക്ച്വലി അവര് ടി വി കാണുന്ന ഈ ആളാണ് കാഗെ മാസായി ഇത്രയും നാളും സീരീസിൽ അഭിനയിച്ചിട്ടുള്ളത്. ആളാണെങ്കിൽ ഇപ്പോ ഒരു ഫുഡിന്റെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരാണെങ്കിൽ ആ അഡ്വർടൈസ്മെന്റ് ശ്രദ്ധിക്കും. അതിലാള് പറയും, ഈ ഒരു ഫിഷ് ഒരു എറ്റേണൽ ഫിഷാണ്, ഇതൊരു തവണ കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ആരും ഇതിന്റെ ടേസ്റ്റ് മറക്കില്ല. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അതിന് മീറ്റ്സിയ പറയും, അതെ, അത് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഷാണ്, അതൊരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കത് കഴിക്കാനായിട്ട് തോന്നും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ആവേശാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫിഷിനെ എങ്ങനെയെങ്കിലും പിടിക്കണം, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ക്യാമ്പിംഗ് ഒക്കെ നടത്തി ആ ഫിഷിനെ ഒക്കെ പിടിച്ച് ചുട്ട് തിന്നാം. ഉടനെ എല്ലാവരും അതിന് ഓക്കെ പറയും. ഡെങ്കി പറയും, എനിക്ക് ആ സ്ഥലം കറക്റ്റായിട്ട് അറിയാം, ആ ഫിഷ് ഉള്ളത് ഒരു പ്രത്യേക ആറ്റിലാണ്, അതിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോയി ക്യാമ്പൊക്കെ ചെയ്ത് ആ ഫിഷിനെ പിടിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കാം. അതിനുശേഷം അവരെല്ലാവരും തയ്യാറായി. ഇവാബെ, മെറ്റല്ലി, സാറഡ അങ്ങനെ ഓൾമോസ്റ്റ് ക്ലാസ്മേറ്റ്സിനെ എല്ലാവരും തന്നെ അവരെ ക്യാമ്പിങ്ങിന് വേണ്ടി വിളിക്കുകയാണ്. ബൊറൂട്ടോ ഫുൾ ഹാപ്പിയായി ഇപ്പോ ക്യാമ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഇവിടെ സാറയുടെ ആണെങ്കിൽ വീട്ടിൽ പോയി സാക്കുറയോട് പെർമിഷൻ ചോദിക്കും. അതിനമ്മ പറയും. ഉടനെ സാക്കുറ അവള് ക്യാഷ്വലായിട്ട് പറയും, അതിനെന്താ, ഹാപ്പി ആയിട്ട് പോയി അടിച്ചു പൊളിച്ച് തിരികെ വായോ. അതിന് സാറയുടെ പറയും, എനിക്ക് ആക്ച്വലി വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പോവാൻ, പക്ഷെ ക്ലാസ്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സും അതിന് പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനും പോകാമെന്ന് കരുതിയത്. ബൊറൂട്ടോ ആണ് ടീം ക്യാപ്റ്റൻ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ അധികം പേടിയുണ്ട്. അത് കേട്ട് സാക്കുറ അവൾ ചിരിക്കും. നിനക്ക് ബൊറൂട്ടോ ആണ് തലവേദനയെങ്കിൽ എന്റെ തലവേദന അത് നറൂട്ടോ ആയിരുന്നു. ഉടനെ സാറട, അമ്മയും ഹൊക്കാഗയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലേ. അതിന് സാക്കുറ പറയും, അതെ, അവൻ എനിക്ക് ഹൊക്കാഗയൊന്നും അല്ല, ഇപ്പോഴും അവൻ എൻ്റെ നറൂട്ടോ ആണ്. അക്കാദമി എക്സാം അതിനുശേഷം ഞങ്ങൾ 3 പേരും ഒരു ഫാമിലി പോലെയായിരുന്നു. എല്ലാ കാര്യത്തിനും എപ്പോഴും ഞങ്ങൾ 3 പേരും ഒന്നിച്ചുണ്ടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരെല്ലാവരും ക്യാമ്പിംഗ് ചെയ്യാൻ ആ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. മെറ്റലിലേക്കാണെങ്കിൽ ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവനാണെങ്കിൽ ഇപ്പൊ അവിടെ ചാടിയും മറിഞ്ഞൊക്കെ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. ഇവിടെ ബൊറൂട്ടോയും ടീമും ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കില്ല, കയ്യിലുള്ള ടെന്റ് അതൊക്കെ വലിച്ച് വലിയ കമ്പും കോലൊക്കെ മണ്ണിൽ അടിച്ചു താഴ്ത്തി അവരുടെ ടെന്റ് കെട്ടുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഇലക്ട്രിസിറ്റിയും ഓൾറെഡി ആ സ്ഥലത്തുണ്ട്. അവർ കറക്റ്റ് ആയിട്ട് അവർക്ക് ആവശ്യമായതുപോലെ തന്നെ യൂസ് ചെയ്യും. അതിനുശേഷം ബൊറൂട്ടോ ഇപ്പൊ ചൂണ്ടയും നൂലൊക്കെ ചോദിക്കാൻ തുടങ്ങും. എല്ലാവരും വലിയ വലിയ ചൂണ്ടയും അതിന്റെ സ്റ്റിക്കൊക്കെ ആയിട്ടായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക. അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അവരോരോരുത്തരുടെയും ചൂണ്ട വെള്ളത്തിലേക്ക് എറിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബൊറൂട്ടോ പറയും, ഉറപ്പായിട്ടും എന്റെ ചൂണ്ടക്കണ്ണിൽ തന്നെയായിരിക്കും ആദ്യത്തെ ഫിഷ് അത് കൊത്തി വലിക്കുക. അങ്ങനെ മിനിറ്റുകൾ പോയി, മണിക്കൂറുകൾ പോയി, ഒരുപാട് നേരായിട്ടും അവരുടെ ചൂണ്ടയിലൊന്നും
ഒരു മീൻ പോലും കുത്തില്ല. അവരൊരുപാട് വിഷമത്തില് ഇപ്പൊ പരസ്പരം നോക്കും. അപ്പോഴായിരിക്കും ഒരാൾ അതുവഴി കടന്നു പോവുക. നമ്മുടെ ആൾക്കാർ ചൂണ്ടയൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ആൾക്ക് കാര്യം മനസ്സിലാവും. ആള് പറയും, ആക്ച്വലി ഒരല്പം ലേറ്റ് ആയി പോയി. കുറച്ചു മുൻപാണ് നല്ല മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ മീനുകളൊന്നും ഇപ്പൊ പുറത്തേക്ക് വരില്ല. നമ്മുടെ ആൾക്കാരെല്ലാവരും അത് കേട്ട് തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ബൊറൂട്ടോയുടെ ചൂണ്ടക്കണ്ണിയിൽ എന്തോ ഒന്ന് കൊത്തി വലിക്കുന്നതായിട്ട് അവൻ കാണുക. ബൊറൂട്ടോ ഓടി വന്ന് ആ സ്റ്റിക്ക് എടുത്ത് വലിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട് ഷിക്കട അവൻ നിലവിളിച്ച് പറയും, ബൊറൂട്ടോ ഒരു കാരണവശാലും ഒരുപാട് ഫോഴ്സിൽ സ്റ്റിക്ക് വലിക്കാനായിട്ട് പാടില്ല. ആ ചൂണ്ടക്കണ്ണി അത് വിട്ടുപോകും. പക്ഷെ ബൊറൂട്ടോ അവൻ വീണ്ടും വീണ്ടും ശക്തമായിട്ട് പിടിച്ചു വലിക്കും. അപ്പൊ അവൻ കാണും അവരുദ്ദേശിച്ച അതേ മീൻ തന്നെ. പക്ഷെ ബൊറൂട്ടോ അവൻ ഒരുപാട് ഫോഴ്സിൽ വലിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ചൂണ്ടക്കണ്ണി വിട്ട് മീൻ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോവും. ബൊറൂട്ടോ പറയും, ഒരു കാരണവശാലും ഞാൻ തോറ്റ് പിന്മാറില്ല. എന്തൊക്കെ സംഭവിച്ചാലും മീനിനെ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ ചൂണ്ടക്കണ്ണി അത് കറക്കി കറക്കി വെള്ളത്തിലേക്ക് എറിയാൻ തുടങ്ങും. അവർ വീണ്ടും മീൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് നേരം കാത്തിരിക്കും. പക്ഷേ പിന്നീട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അവർക്ക് ഒരു കുഞ്ഞു മീനിനെ പോലും കിട്ടില്ല. സാറടയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാര് കയ്യിലുണ്ടായിരുന്ന ഫുഡൊക്കെ റെഡിയാക്കി കഴിക്കുകയാണ്. ഇവാബയാണ് ഇത്തവണ ഫുഡ് ഉണ്ടാക്കിയത്. ചോച്ചോയ്ക്കാണെങ്കിൽ ആ ഫുഡൊക്കെ ഒത്തിരി ഇഷ്ടാവും. എല്ലാവരും സന്തോഷമായിട്ട് ആ ഫുഡൊക്കെ കഴിക്കും. പക്ഷെ ബൊറൂട്ടോ മാത്രം മാറിയിരിക്കുകയാണ്. ഷിക്കട ചോദിക്കും, ബൊറൂട്ടോ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ബൊറൂട്ടോ പറയും, ഒന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ കാർ ഫിഷിനെ ഞാൻ പിടിച്ചിരിക്കും. ഇതിനെയും കൊണ്ട് ഞാൻ തിരികെ വരുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇപ്പൊ നദിയുടെ അടുത്തേക്ക് ഓടും. അവൻ ആ ചൂണ്ട കയ്യിലെടുത്ത് വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് ഫുൾ ഡിറ്റർമിനേഷനിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് റെപ്പും സാറടയും അവർ രണ്ടുപേരും ഇപ്പൊ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരും. സാറട അവള് ബൊറൂട്ടോട് പറയും, ഐ എം സോറി, ഞാൻ ഇന്നലെ നിന്നോടൊരല്പം മോശമായിട്ട് സംസാരിച്ചു. ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് അത് നീ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. ഈ എറ്റേണൽ ഫിഷ് പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനും എറ്റേണൽ പവർ ഉണ്ട്. ഉടനെ ബൊറൂട്ടോ പറയും, നീ ക്ഷമയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നീ പറഞ്ഞതിലും കുറെയൊക്കെ സത്യമുണ്ട്. ആ പറഞ്ഞത് നമ്മുടെ സാറടയ്ക്ക് ഇഷ്ടാവില്ല. അങ്ങനെ അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫൈറ്റൊക്കെ കണ്ട് നമ്മുടെ ക്ലാസ് റെപ്പ് അവൾ നിസ്സഹായയായി അവർ രണ്ടുപേരെ നോക്കി നിൽക്കും. ഫൈറ്റിനൊടുവിൽ ബൊറൂട്ടോ അവനവന്റെ ചൂണ്ടക്കണ്ണിയിലേക്ക് നോക്കും. ഇത്തവണ അവന്റെ ചൂണ്ടയില് ഒരു എട്ടേണൽ കാർക്ക് ഫിഷ് അത് കൊളുത്തി കഴിഞ്ഞു. അതിനെ അവൻ പിടിച്ചു വലിക്കും. അതിന്റെ സൈസ് കണ്ട് അവൻ ഷോക്കാവും. ബൊറൂട്ടോയാണെങ്കിൽ ആ ഫിഷ് വെള്ളത്തിലേക്ക് വലിക്കുകയാണ്. അത് കണ്ട സാറട ഇപ്പൊ ബൊറൂട്ടോയെ പിടിച്ചു വലിക്കും. അടുത്ത സെക്കൻഡ് ക്ലാസ് റെപ്പ് അവൾ അവളുടെ ന്യൂയി പെറ്റിനെ അവിടേക്ക് കൊണ്ടുവരും. ന്യൂയി ആണെങ്കിൽ അതിന്റെ പവർ ആ ചൂണ്ടയ്ക്ക് കൊടുക്കും. ഉടനെ സാറടയും ബൊറൂട്ടോയും അവർ കട്ടയ്ക്ക് നിന്ന് ആ ഒരു സ്റ്റിക്ക് പുറകിലേക്ക് വലിക്കുകയാണ്. ഉടനെ ഷിക്കട, മീറ്റ്സിയ അങ്ങനെ എല്ലാവരും അവിടേക്ക് വന്ന് അവരുടെ പവർ ഉപയോഗിച്ച് ആ ചൂണ്ട വലിക്കുകയാണ്. ഇവാബ ഉടനെ ഒരു ഹെയർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് അവർ താഴെ പോവാതിരിക്കാനായി ഫെൻസസ് പോലെ അവർക്ക് തൊട്ടു മുൻപിൽ ക്രിയേറ്റ് ചെയ്യും. മെറ്റല്ലി ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഷൂരിങ്കൻ അത് ആ ഫിഷിന്റെ നേർക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ചേർന്ന് ആ ഫിഷിനെ അങ്ങനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. അതിനുശേഷം അത് കുക്ക് ചെയ്ത് എല്ലാവരും കഴിക്കാൻ തുടങ്ങും. അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പോലും അവരെ കൊണ്ടാവില്ല. അവർ ആസ്വദിച്ച് അത് കഴിച്ചുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ പറയും, ഇത് ആക്ച്വലി ഒരു ടീം വർക്കിന്റെ ഫലമാണ്. സോ നമ്മളെല്ലാവരും ചേർന്ന് ആദ്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു കൊച്ചു മിഷൻ അതാണിത്. അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. സ്റ്റാർസ് ഒക്കെ കണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഡബിൾ ഹാപ്പി ആവും. ഉറപ്പായിട്ടും ഇനിയും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് അവർ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.